സ്ത്രീ സൗന്ദര്യത്തിന്റെ ഫാഷൻ അഭിരുചികൾക്ക് അനുസൃതമായുള്ള ട്രെൻഡി വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമൊരുക്കി ലൈസ. ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായുള്ള ശേഖരം. ലൈസ ലേഡീസ് ആൻഡ് കിഡ്സ്, അങ്ങാടിപ്പൊയിൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ. 2.5 വയസ്സുകാരിയെ പിതാവ് ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിന്റെ ഞെട്ടൽ മാറും മുമ്പേ കാളികാവിൽ വീണ്ടും സമാന സംഭവം. 2.5 വയസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പിതാവ് അറസ്റ്റിൽ. മർദ്ദനത്തിൽ ശരീരം മുഴുവൻ പരിക്കേറ്റ കുട്ടി ചികിത്സയിലാണ്. കുട്ടിയുടെ പിതാവ് ജുനൈദിനെയാണ് കാളികാവ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഈ മാസം 21-നാണ് പിഞ്ചു കുഞ്ഞിനെ പിതാവ് ജുനൈദ് ക്രൂരമായി മർദ്ദിച്ചത്. ഉമ്മയുടെ വീട്ടിലായിരുന്ന മകളെ ജുനൈദ് കൂട്ടിക്കൊണ്ടുപോയി ഉപദ്രവിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ തലയിലും മുഖത്തും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മർദ്ദനമേറ്റ പാടുകളുണ്ടെന്ന് മാതാവ് ആരോപിച്ചു. ആദ്യം വണ്ടൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച കുട്ടിയെ പിന്നീട് കാളികാവിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആരോഗ്യനില മോശമായതിനാൽ പിന്നീട് മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിക്ക് മർദ്ദനമേറ്റ വിവരം മഞ്ചേരി ആശുപത്രിയിൽ നിന്നാണ് പോലീസിന് ലഭിച്ചത്. തുടർന്ന് അന്വേഷണം തുടങ്ങിയ പോലീസ് പിതാവിനെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ചികിത്സയിൽ കഴിയുന്ന കുട്ടിയുടെ ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്. ദിവസങ്ങൾക്ക് മുമ്പ് കാളികാവിൽ പിതാവിന്റെ ക്രൂരമർദ്ദനമേറ്റ് 2.5 വയസ്സുകാരി മരിച്ച സംഭവം നാടിനെ കണ്ണീരിലാക്കിയിരുന്നു. ഇതിന്റെ നടുക്കം മാറും മുമ്പാണ് മറ്റൊരു 2.5 വയസ്സുകാരി കൂടി മർദ്ദനത്തിനിരയായത്. പ്രതിസ്ഥാനത്തുള്ളത് രണ്ടുപേരും കുട്ടികളുടെ പിതാക്കന്മാരാണെന്നുള്ളതാണ് മനസ്സാക്ഷിയെ നടുക്കുന്നത്. ഈസ്റ്റ് ലൈവ്, കാളികാവ്. വണ്ടൂരിന്റെ ഷോപ്പിംഗ് ഇനി കൂടുതൽ വിശാലമാകും. നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്ന വിലയിൽ പുതിയ കാലത്തിന്റെ ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്ക് സമ്മാനിക്കാൻ ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ്, ഓപ്പോസിറ്റ് നിംസ് ഹോസ്പിറ്റൽ, വണ്ടൂർ.